സോറി, എന്നെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. ഹെലനോ സ്പാർക്ക ദീപ്തി കല്യാണി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയമാണല്ലോ. ദീപ്തി കല്യാണി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിനെ നമ്മളെല്ലാവരും എതിർത്തതായിരുന്നു. അതായത് സഹോദരന്റെ മുമ്പിലോ അല്ലെങ്കിൽ അച്ഛന്റെ മുമ്പിലോ സഹോദരി വസ്ത്രം മാറാൻ തെറ്റില്ലെന്ന്. സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിനെ എല്ലാവരും എതിർത്തതുപോലെ ഹെലനോ സ്പാർക്കയും എതിർത്തു. കാരണം ഇതിനാരും സപ്പോർട്ട് ചെയ്യില്ല. സ്വബോധമുള്ള ആർക്കും മനസ്സിലാവും എന്ത് വിഡ്ഢിത്തമാണ് ദീപ്തി കല്യാണി ഇന്റർവ്യൂവിൽ വന്ന് വിളിച്ചു പോവുകയെന്ന്. എന്തായാലും ഇപ്പൊ ദീപ്തി കല്യാണി ഹെലനെതിരെ ഒരു വാർണിംഗുമായി രംഗത്ത് വന്നേക്കണേണ്. നമുക്ക് എന്തായാലും ആ വാർണിംഗ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. സോ ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ട് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിരുന്നു നിങ്ങൾ പറഞ്ഞത് ശുദ്ധ പൊട്ടത്തരമാണ്. കാരണം ഒത്തിരി പേര് എനിക്ക് നല്ല റെസ്പോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആരും നല്ല റെസ്പോണ്ട് തന്നിട്ടില്ല. നിങ്ങൾ ആ പറഞ്ഞ വീഡിയോയുടെ അടിയിലെ കമന്റ് ബോക്സ് ഞാൻ ശ്രദ്ധിച്ചു. എല്ലാവരും നിങ്ങൾക്കെതിരെ പച്ചക്ക് തെറി വിളിക്കുന്നതായിരുന്നു. അതുകൊണ്ട് അത് പറയാതിരിക്കുന്നതാ ഭേദം. നല്ല രീതിയിൽ തന്നെ മറുപടി കൊടുത്തു എന്നുള്ളതാണ്. കാരണം ഈ ഹെലനോസ് പാട്ട് ഞാൻ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ചൊരു കാര്യമല്ല. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ സംസാരിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. ബട്ട് ഇപ്പൊ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. അവൾക്കൊരു വിചാരമുണ്ട്, ആരുടെ നെഞ്ചത്ത് അങ്ങ് കയറാം, ഓടി അങ്ങ്. നിങ്ങളുടെ നെഞ്ചത്ത് കയറാൻ എന്താ കാരണം? നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെതിരെയാണ് ആ കുട്ടി സംസാരിച്ചത്. അതിനെതിരെ നിങ്ങൾ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചപ്പോൾ ആ കുട്ടിയും വെറുതെ വിട്ടില്ല. അതല്ലേ സത്യത്തിൽ നടന്നത്? കാരണം ജാസിനെ കുറേ വലിച്ചു കയറി. പക്ഷേ അയ്യോ, ജാസിയുടെ വിഷയം ഇവിടെ സംസാരിക്കാതിരിക്കുന്നതാ ഭേദം. ഓൺലൈനിൽ നടന്ന വീഡിയോ കോൾ ഇഷ്യൂ, കൂടാതെ സിലിക്കോൺ ഇഷ്യൂ, ഗർഭിണികളെ കളിയാക്കിയ ഇഷ്യൂ, അതൊക്കെ കൊണ്ട് തന്നെയാണ് ജാസിനെ എല്ലാവരും എതിർത്തത്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും റിയാക്ഷൻ വീഡിയോ ചെയ്യാത്തവരും ജാസിനെ ആ വിഷയത്തിൽ എതിർത്തായിരുന്നു. അവസാനം ദീപ്തി കല്യാണി അടുത്തേക്ക് വന്നിരിക്കുകയാണ്. എന്റെ പൊന്നു മോളെ, ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ പോലെ തന്നെ ഇതോടെ ഞാൻ പറയുകയാണ്, നിർത്തിക്കോ. അയ്യോ, ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഹെലനോ സ്പാർക്ക് പേടിച്ച് കരയുന്നുണ്ടാവും. ഇനി മേലാൽ ഒരു ട്രാൻസിന്റെ ലൈഫിലേക്ക് കയറി ഇടപെടരുത്. ഒരു മനുഷ്യരുടെയും വെറുതെ ഒരു ട്രാൻസിന്റെ ലൈഫിൽ കയറി ഇടപെട്ടിട്ടില്ല. ഇപ്പൊ ജാസിയുടെ കേസാണെങ്കിലും ദീപ്തി കല്യാണിയുടെ കേസാണെങ്കിലും വ്യക്തമായിട്ട് എതിർക്കാനുള്ള കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഹെലൻ ആയാലും അല്ലെങ്കിൽ മറ്റു ജനങ്ങളായാലും എതിർക്കാൻ കാരണം. ഒരാളുടെ കാര്യത്തിലും ഇടപെടരുത്. ഇടപെട്ട് കഴിഞ്ഞാൽ ഇനി കേരളത്തിലെ എല്ലാ ട്രാൻസ്ജെൻഡേഴ്സും നിന്റെ കുടുംബത്തിൽ കയറി ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഇറങ്ങിയിരിക്കും. ഇനി മേലാൽ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി കയറരുത് കേട്ടോ. ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ്. കേട്ടില്ലേ? ഇതാണ് ആ വീഡിയോ. എനിക്ക് ദീപ്തി കല്യാണിനോട് പറയാനുള്ളത്, നിങ്ങൾ അന്നാ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കാരണമാണ് ഇങ്ങനെ വിവാദത്തിൽ ഏർപ്പെടാൻ കാരണം. ഓൾറെഡി ട്രാൻസ്ജെൻഡർ ആയ വ്യക്തികളെ സമൂഹം ഇപ്പോൾ അംഗീകരിച്ചിട്ടില്ല. നാളെ നമ്മുടെ കുടുംബത്തിലും അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിക്കൂടാന്നില്ല. നിങ്ങൾ ഇങ്ങനെ സമൂഹത്തിൽ മോശം മെസ്സേജ് പടർന്നു കൊടുക്കുമ്പോൾ അത് മറ്റ് ട്രാൻസ്ജെൻഡേഴ്സിനെയും കൂടി ബാധിക്കുമെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. വെറുതെ എന്തിനാണ് അവർക്കും കൂടി കല്ലേറ് വാങ്ങിച്ചു കൊടുക്കുന്ന പ്രവൃത്തി ചെയ്തു കൂട്ടുന്നത്? പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊന്ന് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചു നോക്കൂ. അതായത് നിങ്ങൾ പുരുഷനാണ് പുരുഷന്റെ മുമ്പിൽ വെച്ച് വസ്ത്രം മാറുന്നതെന്നോ അല്ലെങ്കിൽ സ്ത്രീയാണ് സ്ത്രീകളുടെ മുമ്പിൽ വെച്ച് വസ്ത്രം മാറുന്നതെന്നോ പറഞ്ഞെങ്കിൽ തെറ്റില്ല. അല്ലാതെ പുരുഷൻ സ്ത്രീയുടെ മുമ്പിലും സ്ത്രീകൾ പുരുഷന്റെ മുമ്പിലും വസ്ത്രം മാറുമെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ആരും അംഗീകരിക്കില്ല. കുട്ടികൾ വരെ വേണമെങ്കിൽ നിങ്ങളെ ചെരുപ്പൂരി എറിയും. കാരണം അവർക്ക് വരെ ഇതിലേറെ വിവേകമുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഈ വിഷയം കേട്ടിട്ട് എന്ത് തോന്നുന്നു താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.